ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉപയോഗമാണ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുക. ബി എന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കുക. പ്രസന്റ് ഫോമില് ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, അത് നമ്മൾ കാണുകയാണ്. നമ്മൾ രണ്ട് വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഐ ആം ഹിയർ, ഞാൻ ഇവിടെ ഉണ്ട്. ചോദ്യം എങ്ങനെയാണ്? നമുക്കറിയാം, ആം കൊണ്ടുവന്ന് മുന്നിലിട്ടാൽ മതി. ഇവിടെ ഇംഗ്ലീഷുകാർ ഈ വെർബിനെ മുറിക്കൊന്നുമില്ല, അതേപടി തന്നെ കൊണ്ടുവന്ന് മുന്നിലിടും. ആം ഐ ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടോ. ഇനി അതിന്റെ നെഗറ്റീവ് ആണ് ഇന്ന് കാണുന്നത്. ഐ ആം നോട്ട് ഹിയർ, ഐ ആം നോട്ട് ഹിയർ. അതിന്റെ നെഗറ്റീവ് ആണ് ഞാൻ ഇവിടെ ഇല്ല. ഐ ആം നോട്ട് ഹിയർ, ഞാൻ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ആം നോട്ടിനെ ഷോർട്ട് ഫോം ആമിന്റെ അങ്ങനെ ഉപയോഗിക്കില്ല. നമ്മൾ നേരത്തെ കണ്ടതാണ് വിൽ നോട്ടിന്റെ വോണ്ട്, ഡു നോട്ടിന്റെ ഡോണ്ട്, ഷുഡ് നോട്ടിന്റെ ഷുഡിന്റെ, അങ്ങനെ ഷോർട്ട് ഫോം ഒക്കെ ഉണ്ട്. പക്ഷെ ആമിന്റെ എന്ന് പറയില്ല, ഐ ആം നോട്ട് എന്ന് തന്നെ പറയണം. അപ്പൊ നമ്മളിന്ന് നോക്കാം. ഐ ആം നോട്ട് ഹിയർ, ഞാൻ ഇവിടെ ഇല്ല. പ്രസൻസ് ആണ് അല്ലേ. ഞാൻ ഇവിടെ ഉണ്ട്, ഐ ആം ഹിയർ. ഞാൻ ഇവിടെ ഇല്ല, ഐ ആം നോട്ട് ഹിയർ. ഐ ആം നോട്ട് ദർ, ഞാൻ അവിടെ ഇല്ല. ഐ ആം നോട്ട് ഇൻ ദ ക്ലാസ് റൂം, ഞാൻ ക്ലാസ് റൂമിൽ ഇല്ല. ഐ ആം നോട്ട് ഇൻ ദ ഹൗസ്, ഞാൻ വീട്ടിൽ ഇല്ല. ഐ ആം നോട്ട് വിത്ത് യു, ഞാൻ നിന്റെ കൂടെ ഇല്ല. ഐ ആം നോട്ട് വിത്ത് യു, ഞാൻ നിന്റെ കൂടെ ഇല്ല. ഐ ആം നോട്ട് വിത്ത് ഹിം, ഞാൻ അവന്റെ കൂടെ ഇല്ല. ഐ ആം നോട്ട് വിത്ത് ഹർ, ഞാൻ അവളുടെ കൂടെ ഇല്ല. ഐ ആം നോട്ട് വിത്ത് ദം, ഞാൻ അവരുടെ കൂടെ ഇല്ല. ഐ ആം നോട്ട് വിത്ത് രാജു, ഞാൻ രാജുവിന്റെ കൂടെ ഇല്ല. ഐ ആം നോട്ട് വിത്ത് സീത, ഞാൻ സീതയുടെ കൂടെ ഇല്ല. വളരെ എളുപ്പം ഇത് പഠിക്കുക അല്ലെ. നെഗറ്റീവ് വാചകമാണ്, എപ്പോഴും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ എളുപ്പമാണ് ഇതൊക്കെ പഠിക്കുക. അപ്പോ വെർബ് ബിയുടെ സാന്നിധ്യത്തെ, പ്രസൻസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ ആം ഹിയർ, ഞാൻ ഇവിടെ ഉണ്ട്. ആം ഐ ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടോ. ഇന്ന് കണ്ടത് നെഗറ്റീവ്, ഐ ആം നോട്ട് ഹിയർ, ഞാൻ ഇവിടെ ഇല്ല. ഇനിയുള്ളത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾക്ക് കാണാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വെർബിന്റെ ലിസ്റ്റ് എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് എങ്കിലൊക്കെ പഠിക്കുക. അതുപോലെ പുതിയ വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ പഠിക്കുക. അത്രത്തോളം വാക്കുകൾ അറിയുന്നു അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും നമ്മുടെ ലാംഗ്വേജ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയയ്ക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ,
പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 8ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കേണ്ടത്. ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരുപോലെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. സെൽ, സോൾഡ്, സോൾഡ്, ടെൽ, ടോൾഡ്, ടോൾഡ്, ഹോൾഡ്, ഹെൽഡ്, ഹെൽഡ്. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വേറെ രീതിയിലാണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. വിഷ്, വിഷ്ഡ്, വിഷ്ഡ്, വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്, വെയിറ്റ്, വെയിറ്റഡ്, വെയിറ്റഡ്, wonder, wandered, wandered, wash, washed, washed, tease, teased, teased, strengthen, strengthened, strengthened, supply, supplied, supplied, surprise, surprised, surprised, welcome, welcomed, welcomed, return, returned, returned, succeed, succeeded, succeeded, search, searched, searched, slapped, 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 shocked, 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 suggest, suggested, suggested, taste, tasted, tasted, trouble, 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 terrify, terrified, terrified, wink, winked, winked, wipe, wiped, wiped, trap, trapped, trapped, warned, wandered, wandered, warn, warned, warned, vanish, vanished, vanished, whisper, whispered, whispered. ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വെർബുകൾ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ വെർബുകളെല്ലാം. അപ്പൊ ഇവയുടെ ഉച്ചാരണവും അർത്ഥവും പഠിക്കണം. ചിലതിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം. സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വെർബുകളിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യിക്കാം. ഓക്കെ.